നമുക്ക് ഗുരുവായൂരപ്പൻ എങ്ങനെയാണോ അങ്ങനെയാണ് നോർത്ത് ഇന്ത്യക്കാർക്ക് ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞ കൃഷ്ണ ഭഗവാൻ. ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞിട്ട് വൃന്ദാവനത്തിൽ ഒരു അമ്പലമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളില്ലേ ഗുരുവായൂരപ്പനുമായിട്ട്. അതുപോലെ അങ്ങനെ ഒരു ബാങ്കെ ബിഹാരി ഒരു ഭക്തയുടെ ഒരു നടന്ന ഒരു അനുഭവമാണത്. ആ വൃദ്ധ ബാങ്കെ ബിഹാരിയിൽ ആ വൃന്ദാവനത്തിൽ എപ്പോഴും അവിടെ വരുന്ന ഭക്തർക്കൊക്കെ വെള്ളവും ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവരെപ്പോഴും സദാസമയം അവിടെ കാണാം. അവരിങ്ങനെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ അവരുടെ കഴിവതും ആ അമ്പലത്തിൽ തന്നെ ഇങ്ങനെ കഴിച്ചു കൂട്ടും. ഒരിക്കലും അവർ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് അവരുടെ കഥ പറയുകയാണ്. പണ്ട് അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അവരുടെ അച്ഛൻ വീടും സ്ഥലവും ഒക്കെ പണയം വെച്ചിട്ട് കുറച്ച് കാശ് ഒരാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ കഷ്ടപ്പെട്ടു, എന്നിട്ട് പണം മുഴുവൻ അടച്ചു കൊടുത്തു. എന്നിട്ടും ആ ഒരു പണമിടപാടുകാരൻ പണയപ്പെടുത്തിയ വീട് തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അത് ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കി ഇവർക്കും ഇവരുടെ അച്ഛനൊക്കെ. വീട് തിരിച്ചു കൊടുത്തുമില്ല, കോടതിയിൽ പിന്നെ തിരിച്ചു കേസും കൊടുത്തു. ഇവർ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അന്നത്തെ ആൾ സാക്ഷി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, ഇവർക്ക് വേണ്ടി വാദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനും ഇവരും കൂടി ഭയങ്കര വിഷമിച്ചിട്ട് ബാങ്കെ ബിഹാരി ടെമ്പിളിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ വൃദ്ധൻ കരഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. ദൈവത്തിനെ തന്നെ സാക്ഷിയായി വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം വേറെ ഒരാളും സാക്ഷി പറയാനും ഇല്ല. വീടും പോയി, കൊടുത്ത പൈസയും പോയി. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആ വൃദ്ധൻ ഭയങ്കര വിഷമിച്ച് അമ്പലത്തിൽ നിന്ന് കരയാണ്. വൃദ്ധൻ അവിടെ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിന് പുറത്ത് തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ അപ്പോൾ അയാളുടെ സ്വപ്നത്തിൽ ബാങ്കെ ബിഹാരി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കേസിൽ സാക്ഷിയാകാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടിട്ട് അവർ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ജഡ്ജി സാക്ഷിയെ വിളിക്കുമ്പോൾ ഇവർ ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞിട്ട് സാക്ഷിയുടെ നെയിമൊക്കെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ബാങ്കെ ബിഹാരി ഹാജരാവാന്ന് പറഞ്ഞിട്ട് ജഡ്ജി വിളിക്കുമ്പോൾ 3 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേനും പുറത്ത് ഒരു വയസ്സായ ഒരാൾ പുതപ്പിലൊക്കെ ശരീരമൊക്കെ പൊതിഞ്ഞിട്ട് കോടതിയിൽ ഹാജരായി. അങ്ങനെ അവർ അയാളെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പണമിടപാടുകൾ വെച്ചിരിക്കുന്ന ഫയലൊക്കെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കണമെന്ന് ജഡ്ജിയോട് പറഞ്ഞു. അങ്ങനെ ഇവരുടെ നിരപരാധിത്വം തെളിഞ്ഞിട്ട് ഇവർക്ക് വീട് തിരിച്ചു കിട്ടി. ഇവർക്ക് സാക്ഷി പറയാൻ വന്ന ആളുടെ മുഖം കണ്ടിട്ട്, സാക്ഷി പറയാൻ സാക്ഷാൽ ദൈവമാണ് വന്നിരിക്കണത്, മുഖം കണ്ടിട്ട് ജഡ്ജി പോലും ഭയന്നുപോയി. തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യമുഖമായിരുന്നില്ല ബാങ്കെ ബിഹാരിയുടേത്. ബാങ്കെ ബിഹാരി അപ്രത്യക്ഷനാവുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ജഡ്ജി ജോലി രാജിവെച്ച് വൃന്ദാവനത്തിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായിത്തീർന്നു. ജഡ്ജ് ബാബ എന്ന പേരിലാണ് അദ്ദേഹം പിന്നീട് പ്രശസ്തനായത്. ബാങ്കെ ബിഹാരി വീണ്ടും കാണണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആ ഒരു സ്ത്രീ പിന്നെ അവരുടെ കാലം മുഴുവനും ബാങ്കെ ബിഹാരിയിൽ കഴിച്ചു കൂട്ടിയത്.